ശ്രീ എം ജയചന്ദ്രൻ, ഈ പറയുന്നത് പോലെയാണ് ആശങ്ക എന്നുണ്ടെങ്കിൽ ഇപ്പോഴും അതേ സ്ഥിതി തന്നെ ഉണ്ടല്ലോ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിലൊക്കെ കാര്യമായ വ്യത്യാസമുണ്ട്. പക്ഷേ അതിനെ നേരിടേണ്ടത് ഇങ്ങനെ കണക്കുകൾ പറഞ്ഞുകൊണ്ടാണോ? രാഷ്ട്രീയമായി അവിടെ പിടിച്ചടക്കാൻ കഴിയാത്തതിൻ്റെ ഒരു നൈരാശ്യമല്ലേ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഈ ഫെഡറലിസത്തെ തകർക്കുന്നു എന്നുള്ള വാദഗതികൾ കൊണ്ട് മുന്നോട്ട് വരുന്നത്? അതായത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ BJP-യോടുള്ള ഒരു ഭയം. ഇപ്പോൾ സ്റ്റാലിൻ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ 2056 വരെ ഇങ്ങനെ BJP തുടർ ഭരണം നിലനിർത്തി പോകും എന്നുള്ള ഒരു അസംഷന്റെ പുറത്താണ് ഇത്തരത്തിലുള്ള വാദഗതികളൊക്കെ ഉയരുന്നതിന്റെ അടിസ്ഥാനം എന്നാണ് വിശകലനങ്ങൾ വരുന്നത്. അതായത് ഇപ്പോൾ തന്നെ ഈ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും തമ്മിൽ വളരെ കൃത്യമായ ഈ സീറ്റുകളുടെ കാര്യത്തിൽ അന്തരമുണ്ട്. നേരത്തെയും അന്തരമുണ്ടായിരുന്നു. പക്ഷേ BJP വലിയൊരു ശക്തിയായി ഇങ്ങനെ നിലനിൽക്കുമ്പോൾ രാഷ്ട്രീയമായി BJP-യെ നേരിടാൻ ഒരു കെൽപ്പില്ലായ്മ പ്രതിപക്ഷത്തിന് അനുഭവപ്പെടുന്നു. ആ ഭയമല്ലേ യഥാർത്ഥത്തിൽ ഇത്തരം കോൺക്ലേവുകൾ, ഇത്തരം ഉച്ചകോടികളൊക്കെ വിളിക്കുന്നത് കൊണ്ട് അതിന്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം അതുതന്നെയല്ലേ? നിശ്ചയമായും അല്ല എന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം. അങ്ങനെയാണ്. കാരണം ഇത് BJP-യുടെയോ DMK-യുടെയോ കോൺഗ്രസിൻ്റെയോ CPM-ൻ്റെയോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെയോ ഒരു ആശങ്കയുടെ അവരുടെ സീറ്റിൻ്റെ പ്രശ്നമായിട്ട് ബന്ധപ്പെടുത്തി കാണുന്നതല്ല ഈ വിഷയം. ഇതിൻ്റെ അകത്തുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത് അടിസ്ഥാനപരമായി മണ്ഡലങ്ങൾ വിഭജിച്ച് നിർത്തിയിരിക്കുന്നത് ജനസംഖ്യ അടിസ്ഥാനത്തിലാണ്. അത് ഭരണഘടനാദത്തമായ അവകാശമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് ഭരണഘടനാ അമെൻമെൻറ്റുകൾ നടത്തിയിട്ടുള്ള ഒരു രാഷ്ട്രമാണ് നമ്മൾ. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം, 21-ാം നൂറ്റാണ്ടിലെ സാഹചര്യം എന്താണ്? ജനസംഖ്യാ വിസ്ഫോടനം പല സംസ്ഥാനങ്ങളിലും ഇല്ലാതായിട്ടുണ്ട്. മറിച്ച് അതിന് പകരം സംഭവിച്ചിരിക്കുന്നത് ഈ കേന്ദ്ര സർക്കാരിൻ്റെ മുൻകാല സർക്കാരുകളുടെ നിർദ്ദേശപ്രകാരം ഫലപ്രദമായി ജനസംഖ്യയെ തടഞ്ഞു നിർത്തിയ സംസ്ഥാനങ്ങൾക്ക് പോലും ഈ ജനസംഖ്യ അടിസ്ഥാനത്തിലുള്ള മണ്ഡല പുനർനിർണ്ണയം എന്ന് പറയുന്നത് പ്രായോഗികമായി ഒരുപാട് തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു സംസ്ഥാനത്തിൻ്റെ പുരോഗതി എങ്ങനെയാണ് ഇപ്പോൾ അളക്കുന്നത്? അതിൻ്റെ സാമൂഹ്യ വികാസ മാനദണ്ഡങ്ങൾ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയുമല്ലോ. ആ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, നമ്മുടെ GDP, പിന്നെ ഒരുപാട് മറ്റ് ഘടകങ്ങൾ, ഇപ്പോൾ സാക്ഷരത, ശിശുമരണ നിരക്ക്, മാതൃമരണ നിരക്ക്, ആരോഗ്യമേഖലയിലെ മാറ്റങ്ങൾ, ഇതൊക്കെ ചേർന്നതാണ് ആ വികാസം എന്ന് പറയുന്നത്. അതിനെയൊക്കെ മാനദണ്ഡമാക്കി വേണം ആധുനിക സമൂഹത്തിൽ ഇത്തരം മണ്ഡല പുനർനിർണ്ണയങ്ങൾ നടത്താൻ എന്നുള്ളതാണ് പുതിയ കൺസെപ്റ്റ് തന്നെ. അങ്ങനെയാണ് അത്. ഈ എവിടെങ്കിലും കേരളത്തിലോ തമിഴ്നാട്ടിലോ ഇന്ത്യയിലോ മാത്രമല്ല, ഗ്ലോബലി അത്തരത്തിലുള്ള പെർസെപ്ഷനാണ് വരുന്നത്. മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കുമ്പോൾ ഉണ്ടാവേണ്ട പെർസെപ്ഷൻ എന്തായിരിക്കണം? അതല്ലാതെ അത് BJP-യുടെ സീറ്റ് കൂട്ടുമോ, DMK-യുടെ സീറ്റ് കുറയ്ക്കുമോ, കോൺഗ്രസിൻ്റെ സീറ്റ് കുറയ്ക്കുമോ എന്നുള്ള ആ ഇടുങ്ങിയ ചിന്താഗതി അവിടെ പാടില്ല. അതിൻ്റെ അകത്ത് ആത്യന്തികമായി നമ്മുടെ സമൂഹത്തിൻ്റെ, രാജ്യത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ പുരോഗതി എങ്ങനെയാണ് നേടാൻ കഴിയുക? അങ്ങനെ നേടിയ സ്റ്റേറ്റുകൾക്ക് ഇപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് വികസിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ മണ്ഡല പുനർനിർണ്ണയത്തിൽ ഒരടിസ്ഥാന ഘടകമായിരിക്കും എന്നുള്ളത് കൊണ്ട് ഭരണഘടനാ ഭേദഗതി വരണം. വെറുതെ വാചപടിച്ചാൽ പോരാ. ഇപ്പോൾ ഉള്ള ഭരണഘടനാ ഭേദഗതിക്ക് ജനസംഖ്യ മാത്രമാണ് മാനദണ്ഡം. അപ്പോൾ അതിനാണ് ഞാൻ ആദ്യം മുതലേ പറയുന്നത് ഡയലോഗ് വേണം, നാഷണൽ കൺസെൻസസ് വേണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ ഉണ്ടെങ്കിലാണ് ഈ പുരോഗതി, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് പ്രകാരം പുരോഗതി നേടിയ സംസ്ഥാനങ്ങൾക്ക് മണ്ഡല പുനർനിർണ്ണയം നടക്കുമ്പോൾ ജനസംഖ്യ മാത്രമാവില്ല ബേസ്. ഇങ്ങനെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് വർദ്ധിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ആ പരിഗണന കിട്ടും എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ ഭരണഘടനാ ഭേദഗതി വരണം. അത് 2026 ഇത് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ എന്തിനാണ് തുള്ളുന്നത് എന്ന് ചോദിക്കുന്ന അടിസ്ഥാനരഹിതമാണ്. നമ്മളൊരു തീരുമാനം എടുക്കണമെങ്കിൽ ഒറ്റയടിക്ക് ഒരു മേശയ്ക്ക് ചുറ്റും തീരുമാനം എടുക്കുകയല്ലോ. ഇത്തരം പ്രശ്നങ്ങളിൽ കൺസെൻസസ് വേണം, നാഷണൽ ഡയലോഗ് വേണം. അത്തരം നാഷണൽ ഡയലോഗ് വരുമ്പോഴാണ് പരസ്പരം ആശയവിനിമയം കൂടുതൽ ദൃഢീകരിക്കാൻ കഴിയുക. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് ഇത്തരം കാര്യങ്ങൾ അനിവാര്യമാണ് എന്ന് തിരിച്ചറിവുണ്ടാവുകയും അത്തരം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സുകൾ ഈ മണ്ഡല പുനർനിർണ്ണയത്തിൻ്റെ ബേസ് ആയിട്ട് മാറ്റാൻ കഴിയുകയും ചെയ്യുക. അതാണ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്. ആ ഗ്ലോബൽ സ്റ്റാൻഡേർഡിലാണ് ഈ സ്റ്റാലിന്റെ നിലപാടുകളാണ്. സ്റ്റാലിന്റെ ഈ നിലപാട് അങ്ങേയറ്റം സംശയകരമായി നിൽക്കുന്ന പല സാഹചര്യങ്ങളുമുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം തമിഴ്നാടിന്റെ ബജറ്റിൽ നിന്നും ഒഴിവാക്കിയത്. അങ്ങനെ ഒരു തമിഴ്നാടിന് സ്വന്തമായി ഒരു രാജ്യം എന്നതൊക്കെ, അങ്ങനെ സ്റ്റാലിൻ ഒരു പ്രധാനമന്ത്രി പദത്തിൽ ഒക്കെ ഇങ്ങനെ നിൽക്കാൻ കഴിയുമോ? തമിഴ്നാട് എന്ന് പറയുന്ന ഒരു രാജ്യം വെച്ചുകൊണ്ട് ഒരു ഇന്ത്യൻ യൂണിയന്റെ ഭാഗമല്ലേ? അങ്ങനെ ഇന്ത്യൻ രൂപയുടെ ചിഹ്നം പോലും മാറ്റാൻ
സ്റ്റാലിൻ ആരാണ് അധികാരം കൊടുത്തത്? അങ്ങനെയുള്ള സ്റ്റാലിനെ നിങ്ങൾ എങ്ങനെയാണ് പിന്തുണയ്ക്കുന്നത്? സ്റ്റാലിൻ എന്തായാലും ഇത്തരം നടപടികൾ എടുക്കുന്നത് ഒട്ടും നിഷ്കളങ്കമായല്ല. നേരത്തെ ഈ ചർച്ചയിൽ ശ്രീ പത്മനാഭൻ അടക്കം ചൂണ്ടിക്കാട്ടിയ ഒരു വിഷയമുണ്ട്. അല്ലാതെ അതല്ലേ പറഞ്ഞത്. ഇപ്പൊ കേരളമാണെങ്കിലും തമിഴ്നാടാണെങ്കിലും ഇന്ത്യയിലെ മറ്റേത് സ്റ്റേറ്റ് ആണെങ്കിലും അവിടെ എല്ലാം ഒരു സബാൾട്ടൻ സ്റ്റേറ്റ് എന്നുള്ളത് മനസ്സിലാക്കണം. അത് അവിടെ എല്ലാം ഒരു ഉപദേശീയത, ശക്തമായ ഒരു ഉപദേശീയതയുണ്ട്. നിങ്ങൾ ദേശീയതയെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ഉപദേശീയത എന്നുള്ളത് വളരെ സജീവമായ തീവ്രമായ ഒരു അടിസ്ഥാന ബോധമാണ്. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം തമിഴ് അക്ഷരത്തിലേക്ക് മാറ്റുമ്പോൾ അതിനെ ഉപദേശീയത എന്ന് ഇങ്ങനെ മധുര മനോജ്ഞമായി വിളിക്കാൻ കഴിയുന്നത്? ഇന്ത്യൻ രൂപ എന്ന് പറയുന്നത് രാജ്യം അംഗീകരിച്ചതാണ്. അതിനെതിരെ നിങ്ങൾ ഒരു എതിർ ശബ്ദം പോലും ഇന്ത്യ മുന്നണിയിലെ ആരെങ്കിലും ഉയർത്തിയോ? രാജ്യമാണ് വലുത് എങ്കിൽ നീലിമയുടെ ചോദ്യത്തിന് അല്ല ഞാൻ പറഞ്ഞില്ലേ, ഞാൻ താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ് തീരുന്നതിന് മുമ്പ് തന്നെയാണ് എൻ്റെ വായിക്കകത്ത് കമ്പിട്ട് കുത്തുന്നത്. അതിനെനിക്കെന്ത് ചെയ്യാൻ കഴിയും? ഞാനൊരു കാര്യം പറഞ്ഞു വരുമ്പോൾ വളരെ കൃത്യമായി പറഞ്ഞു വരുന്നത് ബി ജെ പി ഇവിടെ ഈ മണ്ഡല പുനർനിർണയത്തിന്റെ കാര്യത്തിൽ എന്തൊക്കെയോ ഇവിടെ നടപ്പാക്കാൻ പോകുന്നു. ഈ രാജ്യത്തെ ചിഹ്ന ഭിന്നമാക്കുന്ന അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ മുഴുവൻ ഇരുട്ടിലാക്കുന്ന ഒരു നയത്തിലേക്കൊക്കെ പോകുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ദേശീയതയ്ക്കെതിരെ ശബ്ദമുയർത്തുന്നത് ആരാണ് എന്ന് ചോദിക്കേണ്ടതല്ലേ? അല്ല ഞാൻ പറഞ്ഞില്ലേ, ഇത് നീലിമ നിങ്ങളിത് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. അതെനിക്ക് വിരോധമില്ല. എന്ത് പറയാനുള്ള സ്വാതന്ത്ര്യവും സഭ്യമായിട്ട് പറയാനുള്ള വേദിയാണുള്ള ഡിബേറ്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് ഈ സബാൾട്ടൈൻ സ്റ്റേറ്റിൻ്റെ കാര്യം പറയുന്നത് രൂപയുടെ കാര്യത്തിൽ മാത്രമല്ല. കഴിഞ്ഞ തവണ ഒരു സെറ്റ് ആൾക്കാർ സന്യാസിമാരെ പ്രധാനമന്ത്രി അവിടെ കൊണ്ടുപോയില്ലേ, പുതിയ ലോക്സഭാ മന്ദിരത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടന വേളയിൽ കൊണ്ടുപോയില്ലേ? അത് തമിഴ്നാട്ടിൽ നിന്നല്ലേ കൊണ്ടുപോയത്? അവർക്ക് തമിഴ് ദേശീയത പിന്നെ ഇന്ത്യൻ ദേശീയതയ്ക്കകത്ത് നിന്നുകൊണ്ട് തമിഴ് ഉപദേശീയതാ വികാരം ഇല്ല എന്ന് കരുതുന്നയാളല്ല ഞാൻ. ഉണ്ട്. അതാണ് പറഞ്ഞത്, ആ സബാൾട്ടൈൻ സ്റ്റേറ്റ് എന്നുള്ള മൈൻഡ് സെറ്റ് ഉള്ളവർ തന്നെയാണ് അവർ. എല്ലാ സ്റ്റേറ്റിലും അത്ര ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഒരു രൂപയുടെ നിർമ്മാണം കൊണ്ടല്ലോ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. പുതിയ പാഠ്യപദ്ധതിയുടെ കാര്യത്തിലോ അങ്ങനെ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നതോ? അല്ല, അത് രാഷ്ട്രഭാഷയോട് വിരോധം. ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയാണ്. രാഷ്ട്രഭാഷയോട് എന്തിനാണ് വിരോധം? അല്ല ഇന്ത്യയുടെ അല്ല ഇത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് എന്നെ വിളിച്ചത് ഇതിനല്ല. ഞാൻ ചർച്ച ചെയ്യാൻ വന്നത് ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിനാണ്. അതിൻ്റെ ഇടയ്ക്ക് 100 ചോദ്യങ്ങൾ ചോദിച്ചാൽ നീലിമ എനിക്ക് അറിഞ്ഞുകൂടാ പറയാൻ. അതിൻ്റെ അകത്ത് പിന്നെ നിങ്ങൾ ദയവായി എന്നെ ഒഴിവാക്കുക അല്ലെങ്കിൽ വെറുതെ വിടുക എന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ ചർച്ച ചെയ്യാൻ വന്ന ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ 100 ചോദ്യങ്ങൾ വേറെ ചോദിക്കുന്നുണ്ട്. ചോദിക്കാനുള്ള നിങ്ങളുടെ അവകാശം ഞാൻ മാനിക്കുന്നു. പക്ഷെ ഞാൻ അതിന് പ്രിപ്പയർഡ് അല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും പിന്നെ അത് ചോദിച്ചാൽ എനിക്കൊന്നും പറയാൻ കഴിയില്ല. അത്രയേ ഉള്ളൂ.